ഇന്നലെ രാത്രി ഒരുപാട് മുയലുകൾ വന്നിരുന്നു ഈ ക്യാമ്പ് സൈറ്റിൽ. രാവിലെ എണീറ്റപ്പോഴുള്ള ടെമ്പറേച്ചർ -1 ആണ്. ടെൻറ്റിനകത്തു നിന്നൊക്കെ ഒരു ഐസ് ലെയർ ഇങ്ങനെ എടുക്കാൻ കിട്ടും. രാവിലെ ഒരു ചൂട് കാപ്പിയൊക്കെ ഉണ്ടാക്കി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ വിക്കിനടുത്തുള്ള ബാക്കി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. വെയിൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷനാണിത്. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് കുറച്ച് അകലെയായി വെള്ളത്തിന് മേലെ അല്പം മാത്രം പൊങ്ങി നിൽക്കുന്ന ഒരു കറുപ്പ് നിറം കണ്ടത്. ചെറിയ അലകളടിച്ചൊരു മൂവ്മെൻറ്റ് പോലെ. കുറച്ച് കഴിഞ്ഞ് അത് വെറും പാറയാണെന്ന് ഉറപ്പായപ്പോൾ അവിടെ ഒന്നും സ്ഥലം വിട്ടു. ഇനി പോകേണ്ടത് ജോൺ ഓ ഗ്രോഡ്സിലേക്കാണ്. ജോൺ ഓ ഗ്രോഡ്സ് ആണ് ദ എഡ്ജ് ഓഫ് സ്കോട്ട്ലാൻഡ് എന്നും എൻഡ് ഓഫ് ദ റോഡ് എന്നൊക്കെ അറിയപ്പെടുന്ന സ്കോട്ട്ലാൻഡിൻ്റെ നോർത്തേൺ എൻഡ്. ഇംഗ്ലണ്ടും വെയിൽസും സ്കോട്ട്ലാൻഡും ഉൾപ്പെടുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ എന്നറിയപ്പെടുന്ന ഈ മെയിൻ ഐലൻഡിൻ്റെ സദേൺ മോസ്റ്റ് പോയിന്റായ കോൺവാളിലെ ലാൻഡ് സെൻഡിൽ നിന്നും ജോൺ ഓ ഗ്രോഡ്സ് വരെ ആളുകൾ ഒരു അഡ്വഞ്ചറിൻ്റെ പുറത്തും ചാരിറ്റിക്കും ഒക്കെ വേണ്ടി സൈക്കിൾ ചെയ്തും നടന്നും സ്കേറ്റ് ബോർഡ് ചെയ്തു വരെ ദിവസങ്ങളോളം എടുത്ത് 874 മൈൽസ് ദൂരമുള്ള ഈ യാത്ര പൂർത്തിയാക്കാറുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്നും കാശ്മീരിലേക്ക് പോകുന്ന പോലെ. അങ്ങനെ ഒരു സിംഗിൾ ജേണി അല്ലെങ്കിലും കുറഞ്ഞ കാലത്തിനിടെ ഈ രാജ്യത്തിൻ്റെ രണ്ടറ്റവും കണ്ട സംതൃപ്തിയിലായിരുന്നു ഞങ്ങൾ. 15-ാം നൂറ്റാണ്ടിലൂടെ ജീവിച്ചിരുന്ന ജാൻ ഡെ ഗ്രൂട്ട് എന്നൊരു ഡച്ച്മാൻ ഇവിടുന്ന് ഓർക്കനി ഐലൻഡ്സിലേക്ക് ഒരു ഫെറി സർവീസ് തുടങ്ങുകയും അതിന് ഒരു ഗ്രോട്ട്, അതായത് അന്നത്തെ കാലത്തെ ഒരു സിൽവർ കോയിൻ ചാർജ് ഈടാക്കുകയും ചെയ്തതിനാലാണ് ഈ സ്ഥലത്തിന് ഈ പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. ന്യൂയോർക്കിലേക്കും ലണ്ടനിലേക്കും ഒക്കെ ഉള്ള ദൂരവും ദിശയും കാണിക്കുന്ന ഒരു സൈൻ പോസ്റ്റും നമുക്കിവിടെ കാണാം. കളർഫുള്ളായ ഈ ഹാർബർ വില്ലേജും ഫാംസും ഒക്കെയാണ് അല്പം നടന്നാൽ കാണുന്ന കാഴ്ചകൾ. ഇനി പോകേണ്ടത് ഡണ്ണറ്റ് ഹെഡിലേക്കാണ്. ഡണ്ണറ്റ് ഹെഡ് ആണ് ജിയോഗ്രാഫിക്കലി നോക്കുകയാണെങ്കിൽ ഈ മെയിൻ ഐലൻഡിന്റെ നോർത്തേൺ മോസ്റ്റ് പോയിന്റ്. ജോൺ ഓ ഗ്രോഡ്സിനേക്കാളും ഒരു 2 മൈൽ കൂടെ നോർത്ത്. അങ്ങനെ പോകുന്ന വഴിയിലാണ് ഈ മനോഹരമായ കാഴ്ച കണ്ടത്. വിജനമായ സ്ഥലത്ത് ഒരു പഴയ ഫോൺ ബൂത്തിനകത്തെ ബുക്ക് സ്റ്റോർ. ആവശ്യമുള്ള ബുക്കുകൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, നമ്മുടെ ബുക്സ് അതിലേക്ക് വെക്കാം, അല്ലെങ്കിൽ സ്വാപ്പ് ചെയ്യാം. വിജനമായ ഈ റോഡരികിൽ നിന്നും യാത്രികരോടൊപ്പം ഈ പുസ്തകങ്ങളും സഞ്ചരിച്ച് കാണും, പല കഥകളിലൂടെ പല നാട്ടിലേക്കും. തുടർന്നുള്ള യാത്രാവിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം, NC500 യാത്രയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ നമുക്ക് NC500 ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള പ്ലേ സ്റ്റോറിൻ്റെയും ആപ്പ് സ്റ്റോറിൻ്റെയും ലിങ്കും ഈ യാത്രയിൽ ഞങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ചില കാര്യങ്ങളും ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിങ്ക് ബയോയിലുണ്ട്, ചെക്ക് ഇറ്റ് ഔട്ട്.